പല സ്ഥലത്ത് ബ്രാഞ്ചുകളുള്ള സെൻ്ററുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു ആശങ്കയുണ്ടാകും. ഇതിൻ്റെ മെയിൻ സെൻ്ററിലായിരിക്കും ഏറ്റവും നല്ല അധ്യാപകർ, അവിടെയായിരിക്കും ഏറ്റവും നല്ല ക്ലാസ്സുകൾ നടത്തുക. അതുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ ചെന്ന് പഠിക്കണം. സാറ്റലൈറ്റ് സെൻറ്റേഴ്സിലൊന്നും തന്നെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെട്ടതായിരിക്കില്ല എന്നൊരു തോന്നലുണ്ടാവാറുണ്ട്. ചൂട് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ ഇരുന്ന് അവർക്ക് ക്ലാസ് അറ്റൻഡ് ഒരു ബുദ്ധിമുട്ടില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരുപക്ഷെ വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും വളരെ ഭംഗിയായിട്ടും റിലാക്സ്ഡ് ആയിട്ടും നമ്മുടെ ക്ലാസ് മുറികളിൽ ഇരുന്ന് കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും. ഒരുപക്ഷെ പണ്ടത്തെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ടത്തെ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്ലാസ്സിനകത്ത് 100-120 പിള്ളേരിങ്ങനെ തിങ്ങി നിറഞ്ഞ്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുറികൾ, എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല, പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് അത് അങ്ങനെ ഒന്നുമില്ല. കോട്ടയത്തും തൃശ്ശൂരും അതുപോലെ തിരുവനന്തപുരത്തും കോഴിക്കോടെല്ലാം ഒരേ നിലവാരമുള്ള ക്ലാസ്സാണ്. ക്വാളിറ്റിയിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ഇല്ല. എനിക്കൊന്ന് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ സാറ് തന്നെയാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് സാറിന് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ LMRP എന്തായിരുന്നു സാർ, എങ്ങനെയായിരിക്കും അത് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത്? സാറിന് അതിന്റെ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ? ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുട്ടികൾ ഏകദേശം ഒരു 8 മാസം അല്ലെങ്കിൽ 7 to 8 മാസം ഈ മെയിൻ പ്രോഗ്രാം പഠിച്ചതിന് ശേഷം, ഹൈബ്രിഡ് സിസ്റ്റത്തിലൂടെ കടന്നു പോയതിന് ശേഷം കുട്ടികളെ സംബന്ധിച്ച് പല കാര്യങ്ങളും ആദ്യകാലങ്ങളിൽ പഠിപ്പിച്ചതൊന്നും ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. NCERT-യിൽ അവർ വായിച്ച കാര്യങ്ങൾ ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് അവരുടെ ഓർമ്മയിലേക്ക് മടക്കി കൊണ്ടുവരാനും അവരെ NCERT-യും നമ്മുടെ സിലബസിൻ്റെ എല്ലാ നുക്കാൻ കോർണറും അവരൊന്ന് ഓടിച്ച് എത്താനും അവർക്ക് ഓർമ്മയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനും നമ്മുടെ LMRP നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ LMRP-യിലെ ചോദ്യങ്ങൾ സെലക്ട് ചെയ്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ സിലബസിൻ്റെ എല്ലാ പോയിന്റുകളിലും അത് ടച്ച് ചെയ്ത് പോകുന്ന പോലെയും അതേസമയം കുട്ടികളെ ചിന്തിച്ച് ആൻസർ എഴുതേണ്ട രീതിയിലും. കാരണം ഈ പ്രാവശ്യം കുറേ ചോദ്യങ്ങൾ നമ്മളത് മുൻകൂട്ടി പറയുകയും ചെയ്തു. പലപ്പോഴും കുട്ടികൾ നമ്മളോട് ചോദിച്ചു, സാറേ ഈ ചോദ്യമൊക്കെ റിലേറ്റീവ്ലി ടഫാണോ, ഇത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിച്ചിരുന്നു. പക്ഷെ നമ്മളത് വരാൻ സാധ്യതയില്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും പറഞ്ഞ് തള്ളിക്കളഞ്ഞില്ല. ഇതും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഫിസിക്സിലെ ചോദ്യങ്ങളൊക്കെ തന്നെ കുട്ടികളെ ഒന്ന് ചിന്തിപ്പിച്ച്, ബൈഹാർട്ടിങ് മാത്രമല്ല അല്ലെങ്കിൽ മെമ്മറി ബേസ്ഡ് മാത്രമല്ല, കുട്ടികളെ ഒന്ന് ചിന്തിച്ച് കൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ആൻസർ ചെയ്യാനും നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. പിന്നെ കൂടാതെ നമ്മുടെ പരീക്ഷകളും അങ്ങനെ തന്നെ ആയിരുന്നു. പരീക്ഷകളിലേക്കാണ് വരുന്നത്. അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ LMRP എന്ന് പറഞ്ഞ സിസ്റ്റം അറിയാത്തവരുണ്ടെങ്കിലും, അതായത് 60 ദിവസം കൊണ്ട് സിലബസ് ഒന്നും കൂടെ കവർ ചെയ്യാം. 2 ദിവസം അവർക്ക് പഠിക്കാൻ വേണ്ടി ഈ പറഞ്ഞ പോലെ 4ഓളം ചാപ്റ്ററുകൾ എന്ത് ചെയ്യും അവർക്ക് പഠിക്കാനുണ്ടാകും. ആ ചാപ്റ്റർ അവർ പഠിച്ച് വരും 2 ദിവസം ഇരുന്നിട്ട്. എന്നിട്ട് അവർ രാവിലെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് എന്ത് ചെയ്യും, ഒരു എക്സാം നടത്തും. അതാണ് ഈ LMRP ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതായത് ആ ആദ്യം ഒരു എക്സാം എഴുതും, എന്നിട്ട് ആ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ പോലെയാണ് ക്ലാസ് റൂമിൽ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവർക്ക് എക്സാമിൽ എവിടെയാണോ സ്റ്റക്ക് ആയത് അത് ക്ലാസ് റൂമിൽ മനസ്സിലാക്കാൻ പറ്റും. വീണ്ടും ഒന്നും കൂടെ തിയറി പറഞ്ഞിട്ടാണ് റിവൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് റിവിഷൻ ഒന്നും കൂടെ ഈ പഠിപ്പിച്ച എല്ലാ പാഠങ്ങളും ഈ പറഞ്ഞ 2 മാസം കൊണ്ട് റിവിഷൻ നടത്തിയിട്ടാണ് ഫുൾ മോഡൽസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, കടക്കുക. ഫുൾ മോഡൽസ് സാർ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ്, 1ാമത്തെ മാസം തൊട്ട് നമ്മൾ GIB നടത്തി തുടങ്ങും ഫുൾ മോഡൽസ്. അതായത് കേരളം മൊത്തം ഒരുമിച്ച് നടത്തും. അത് സാറിന് അറിയാവുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? പിന്നെ നമ്മുടെ എക്സാമിന്റെ ഒരു ലെവൽ എന്തായിരുന്നു ഈ വർഷത്തെ, അതിനെക്കുറിച്ച് സാറിയും കാര്യം ഫിസിക്സ് എല്ലാം സാറിന്റെ ഒരു നേതൃത്വത്തിൽ തന്നെയാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? നമ്മൾ കൃത്യമായിട്ട് ഈ കോഴ്സിന് തുടക്കം മുതൽ തന്നെ നമ്മൾ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നടത്താറുണ്ട്. എന്ന് പറഞ്ഞാൽ ഓൾ കേരള ബേസിസിൽ നമ്മൾ മോക്ക് ടെസ്റ്റ് നടത്താറുണ്ട്. എത്ര കണ്ട് പഠിച്ചാലും പരീക്ഷാ ഹാളിൽ ആ സമയത്തെ പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളെ ഒരു എക്സാമിനേഷൻ മൈൻഡ് സെറ്റ് കൂടെ അവർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്യണം. എക്സാമിനേഷൻ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പരീക്ഷ എഴുതിയല്ലാതെ എക്സാമിനേഷൻ മൈൻഡ് സെറ്റ് അക്വയർ ചെയ്യാൻ പറ്റില്ല. എക്സാമിനേഷൻ ഹാളിൽ അതായത് 200 ചോദ്യങ്ങൾ 200 മിനിറ്റ് അറ്റേ സ്ട്രെച്ച് ഇരുന്ന് യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ കൃത്യമായിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഒരു വിദ്യാർത്ഥി എഴുതണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളത് പരിശീലിക്കണം. പരിശീലിക്കാതെ ഒരിക്കലും അയാൾക്ക് 200 മിനിറ്റ് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ഫ്രം ഡേ 1 അല്ലെങ്കിൽ ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഹൈബ്രിഡ് കോഴ്സ് ഇറ്റ്സെൽഫ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ അല്ലെങ്കിൽ നമ്മൾ മോക്ക് ടെസ്റ്റുകൾ കൊടുത്ത് കുട്ടികളെ ഈ ഒരു ഫേസിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ കൃത്യമായിട്ട് അവരുടെ മൈൻഡ് സെറ്റ് ഡെവലപ്പ് ആകുകയാണ്. അതുകൊണ്ട് പരീക്ഷാ സമയം എത്തുന്ന സമയത്ത് കുട്ടികൾ സ്ട്രെസ്ഡ് ആവുകയോ അല്ലെങ്കിൽ വല്ലാതെ ഡിസ്ട്രാക്റ്റഡ് ആവുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾ താരതമ്യേന നമ്മുടെ ക്യാമ്പസിൽ കുറവാണ്.
അതുകൊണ്ട് കുട്ടികളെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. GIB നടത്താനുള്ള പ്രധാന കാരണം എല്ലാ മാസം നടത്താൻ പറ്റുന്ന എനിക്കൊരു കോമൺ സ്ലൈഡ് ഒക്കെ അതെ, ഉള്ളതുകൊണ്ടായിരുന്നു. അതെ, അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫാക്കൽറ്റീസും ഒരുമിച്ചിരുന്ന് തയ്യാറെടുക്കുന്നതാണ് DPP. ആ DPPയിൽ നിന്നുള്ള സ്ലൈഡ് തന്നെയായിരിക്കും ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സൈലത്തിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സൈലത്തിന്റെ ഇപ്പം കോഴിക്കോട് സെന്ററിൽ മാത്രമല്ല, കോട്ടയം സെന്റർ ആയിക്കോട്ടെ, തൃശ്ശൂർ സെന്റർ ആയിക്കോട്ടെ, ട്രിവാൻഡ്രം സെന്റർ ആയിക്കോട്ടെ, അവിടെ നിന്ന് എല്ലാം 700+ വരുന്നുണ്ട്. മാത്രമല്ല ഇവിടെ എല്ലാം എടുക്കുന്ന കണ്ടന്റും ഒരുപോലെയാണ്. കാരണം ഇപ്പൊ നമ്മളെ കൺവെൻഷണൽ ഞാൻ ഇത്രയും കാലത്ത് എൻ്റെ എക്സ്പീരിയൻസിൽ പറയാണ്, പല സ്ഥലത്ത് ബ്രാഞ്ചുകളുള്ള സെൻ്ററുള്ള ഒരു സ്ഥാപനമാകുമ്പോൾ തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു ആശങ്ക ഉണ്ടാകും. ഇതിൻ്റെ മെയിൻ സെൻ്ററിലായിരിക്കും ഏറ്റവും നല്ല അധ്യാപകർ, അവിടെയായിരിക്കും ഏറ്റവും നല്ല ക്ലാസ്സുകൾ നടത്തുക. അതുകൊണ്ട് നമ്മളെല്ലാവരും അവിടെ ചെന്ന് പഠിക്കണം. സാറ്റലൈറ്റ് സെൻറ്റേഴ്സിലൊന്നും തന്നെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി മെച്ചപ്പെട്ടതായിരിക്കില്ല എന്നൊരു തോന്നലുണ്ടാവാറുണ്ട്. പക്ഷേ സൈലത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഈ ഹൈബ്രിഡ് സിസ്റ്റം തന്നെയാണ് കാരണം. നമുക്ക് എത്ര സാറ്റലൈറ്റ് സെൻറ്റേഴ്സ് ഉണ്ടോ, മെയിൻ സെൻറ്ററിലും സാറ്റലൈറ്റ് സെൻറ്ററുകളിലും എല്ലാം ഒരേ സമയം പഠിപ്പിക്കുന്നത് ഒരേ സ്ലൈഡുകളാണ്. കുട്ടികൾക്ക് കിട്ടുന്നത് ഒരേ കണ്ടന്റാണ്. കുട്ടികൾക്ക് പോകുന്ന എക്സ്പ്ലനേഷൻസും ഒന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ വന്നതുകൊണ്ട് എല്ലാ സാറ്റലൈറ്റ് സെൻറ്ററുകളിലും നമ്മുടെ ക്ലാസ്സസ് ഒരേ സമയത്ത് തീർന്നു. ഒരേ സമയത്ത് നമുക്ക് പരീക്ഷ കണ്ടക്ട് ചെയ്യാൻ പറ്റി. മാത്രമല്ല മെയിൻ സെൻറ്ററിലും സാറ്റലൈറ്റ് സെൻറ്ററിലും എന്തെങ്കിലും ഒരു ക്വാളിറ്റി വ്യത്യാസം ഒരാൾക്കും കണ്ടുപിടിക്കാൻ അക്കാഡമിക് തലത്തിൽ പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് എല്ലാവരും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ നമ്മുടെ ക്വാളിറ്റി നമുക്ക് ഡെലിവർ ചെയ്യാൻ കഴിയും എന്നൊരു വലിയ കാര്യം തന്നെയാണ്. ഇത് ഒരു വലിയ കൺസേൺ തന്നെയാണ്. പിന്നെ ഒരു കൺസേൺ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സൈലത്തിൻ്റെ നിങ്ങളുടെ വീടിനടുത്ത് നിയറസ്റ്റ് സൈലത്തിൻ്റെ സെൻറ്റർ എന്താണോ, ഹൈബ്രിഡ് സെൻറ്റർ ഏതാണോ അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ കോഴിക്കോട്ടേക്ക് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ട്രിവാൻഡ്രത്തുണ്ട്, നിങ്ങൾ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂരുണ്ട്, നിങ്ങൾ കോട്ടയത്താണെങ്കിൽ കോട്ടയത്തുണ്ട്. കോട്ടയത്തും തൃശ്ശൂരും അതുപോലെ തിരുവനന്തപുരത്തും കോഴിക്കോടെല്ലാം ഒരേ നിലവാരമുള്ള ക്ലാസ്സാണ്. ക്വാളിറ്റിയിൽ നമ്മൾ യാതൊരു കോംപ്രമൈസും ഇല്ല. അത് നമ്മുടെ സംബന്ധിച്ചൊരു വലിയ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ നല്ല അധ്യാപകരുടെ കൂട്ടായ്മ മുഴുവനും അവരെല്ലാവരും മെയിൻ സെൻറ്ററിലായിരിക്കും. മെയിൻ സെൻറ്ററിൽ വന്ന് എല്ലാവരും കൂടി തിക്കി തിരക്കി ഇരുന്ന് പഠിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. യു ക്യാൻ ബി വെരി റിലാക്സ്ഡ്. പിന്നെ നമ്മുടെ ഹൈബ്രിഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ എത്ര മനോഹരമായ ഇൻഫ്രാസ്ട്രക്ചറാണ്. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും എയർ കണ്ടീഷൻ ക്ലാസ് റൂമാണ്. അതുകൊണ്ട് ചൂട് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടോ ഇരുന്ന് അവർക്ക് ക്ലാസ് അറ്റൻഡ് ഒരു ബുദ്ധിമുട്ടില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട്, ഒരുപക്ഷെ വീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും വളരെ ഭംഗിയായിട്ടും റിലാക്സ്ഡ് ആയിട്ടും നമ്മുടെ ക്ലാസ് മുറികളിലിരുന്ന് കുട്ടികൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയൊരു അച്ചീവ്മെൻ്റാണ്. ഒരുപക്ഷെ പണ്ടത്തെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പണ്ടത്തെ ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ക്ലാസ്സിനകത്ത് 100-120 പിള്ളേരിങ്ങനെ തിങ്ങി നിറഞ്ഞ്, അല്ലെങ്കിൽ ചെറിയ ക്ലാസ് മുറികൾ, എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല, പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ച് അത് അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാം ഒരു ഹൈടെക് രീതിയിൽ നമ്മളെല്ലാം ചെയ്തിരിക്കുന്നു. എല്ലാ ക്ലാസ്സും നമ്മുടെ എയർ കണ്ടീഷൻ ക്ലാസ്സസ് ആയതുകൊണ്ട് അധ്യാപകന് പഠിപ്പിക്കാനും ബുദ്ധിമുട്ടില്ല. അധ്യാപകനും കംഫർട്ടബിളാണ്, ഒരേ സമയം കുട്ടിയും കംഫർട്ടബിളാണ്. അപ്പോൾ കുട്ടിക്ക് പൂർണ്ണമായിട്ടും പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുട്ടിക്ക് മുമ്പോട്ട് പോകാം. അതൊരു വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ശരി സാർ, അപ്പോൾ ഇനി പുതിയ വരാൻ പോകുന്ന കുട്ടികളോട് അടുത്ത വർഷം, ഇപ്പം എനിക്ക് തോന്നുന്നു മെയ് കൃത്യമായി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നല്ലേ കറക്റ്റായിട്ട് മെയ് 15-ന് ഫസ്റ്റ് ബാച്ച് നമ്മൾ ആരംഭിക്കുകയാണ്. ഏകദേശം 5000-ഓളം കുട്ടികൾ ആദ്യത്തെ ബാച്ചിൽ വരും. പിന്നെ മെയ് 20-ന് ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 25-നാണ് അടുത്ത ബാച്ചും വരിക. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സാർ ആദ്യത്തെ ബാച്ചിലെ കുട്ടികളോട് തൊട്ട് ഇനി വരാൻ പോകുന്ന എല്ലാവരോടും സാറിന് എന്താ പറയാനുള്ളത്? എനിക്ക് ഇനി വരാനുള്ള കുട്ടികളോട് എനിക്ക് കൺവേ ചെയ്യാൻ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ പാസ്റ്റ് എന്തുമായിക്കോട്ടെ, നിങ്ങളുടെ അക്കാഡമിക് നിലവാരം എന്തുമായിക്കോട്ടെ, നിങ്ങളൊരു തുറന്ന മനസ്സോടുകൂടി സൈലത്തിലേക്ക് കാലെടുത്ത് വെക്കുക. സൈലത്തിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റം നിങ്ങളെ എന്തായാലും വിജയത്തിൽ എത്തിക്കുമെന്ന് 100% ഉറപ്പാണ്. ഇവിടെ ഉള്ളവരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും നല്ല കുട്ടിയൊന്നോ മോശം കുട്ടിയൊന്നോ ഒരു വ്യത്യാസം ഞങ്ങളെ സംബന്ധിച്ചില്ല. നിങ്ങൾ നല്ല ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്ന ഫേസിലൂടെ കടന്നു പോകാം. അതല്ല, നിങ്ങളൊരു ബിലോ ആവറേജോ ആവറേജ് വിദ്യാർത്ഥിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത് അതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്ലാനാണ്. വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങളുടേതായ തയ്യാറെടുപ്പുകൾ നടത്താം. നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഈ പ്ലാനിലൂടെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ വളരെ റിലീജിയസ് ആയിട്ട് ഈ പ്ലാനിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് ഒരു MBBS സീറ്റ് നമുക്ക് ഉറപ്പിക്കാം. ഇത് സൈലത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഗ്യാരണ്ടിയാണെന്ന് വേണമെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടിക്കോളൂ. കാരണം ഇപ്പോൾ നമ്മുടെ റിസൾട്ട് തന്നെ പറയുന്നത് അത് തന്നെയാണ്. ഇപ്പോൾ 700-ന് മുകളിൽ കിട്ടിയ പല കുട്ടികളും അവരുടെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ പരീക്ഷകളിൽ അവർക്ക് ഇതിൻ്റെ പകുതി പോലും മാർക്കില്ലാത്ത കുട്ടികൾ വരെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. മിടുക്കരെ മാത്രം എഴുത്ത് പഠിപ്പിക്കാൻ വളരെ എളുപ്പമല്ലേ? അപ്പം നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടോ, നിങ്ങൾക്ക് പഠിക്കാനൊരു മനസ്സുണ്ടോ, നിങ്ങൾക്ക് യു ആർ വെൽക്കം ടു സൈലം. നിങ്ങൾക്ക് സൈലത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സൈലത്തിലേക്ക് സ്വാഗതം. അപ്പോൾ സാറ് ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള സാറിൻ്റെ വാക്കുകൾ സത്യത്തിൽ നിങ്ങളെല്ലാവരും, ഇനി വരാനിരിക്കുന്ന ആളുകൾ എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് സൈലത്തിൻ്റെ റിയൽ സൈലത്തിൻ്റെ ഒരു ഈ പറഞ്ഞ അക്കാഡമിക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. വരിക, എക്സ്പീരിയൻസ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തയ്യാറെടുക്കാൻ റെഡിയാണെങ്കിൽ, ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സർ. താങ്ക് യു.